Fiesta Flavors is the best catering company in India. Expert professionals makes vegetarian and non-vegetarian foods. South Indian, North Indian, Chinese, Thai, Spanish, and continental foods. Especially we prepare vegetarian Kerala meals with its traditional quality and taste. Fiesta Flavors, prepared assured quality and tasty foods. Fiesta Flavors, one of the most leading company in Indian food industry. ഇൻഡസ്ട്രിയിൽ പിടിച്ചിരിക്കാൻ വളരെ പാടുള്ള സാഹചര്യം ഉണ്ടല്ലോ, ഈ സാധനം ഇല്ലെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ല, അങ്ങനൊന്നുമില്ല. അതൊരു ഇഷ്ടങ്ങളല്ലേ. മദ്യപാനം ലഹരി എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തികളുടെ ഇഷ്ടങ്ങളാണ്. എഴുത്തിന്റെ കാര്യം പറയുമ്പോൾ എഴുത്തിന് ഇത് ചില ആളുകൾ ഇങ്ങനെ പറയുന്ന കേൾക്കാം. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതൊക്കെ ആൾക്കാർ വളച്ചൊടിച്ചുണ്ടാക്കുന്നതാണ്. അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ഞാൻ മദ്യപിക്കാത്തതിന് അല്ലെങ്കിൽ ലഹരിക്ക് അടിമയാകാത്തതിന് വ്യക്തമായ കാരണമുണ്ട്. കാരണം ഞാൻ കുഞ്ഞിലെ കണ്ടുവന്നത് മുഴുവനും എൻ്റെ അപ്പം മദ്യപിച്ചുകൊണ്ട് എൻ്റെ അമ്മയെ ഉപദ്രവിക്കുന്നതാണ് നമ്മൾ കണ്ടുവന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ മദ്യമാണ് ഇതിന് കാരണക്കാരൻ എന്നുള്ള ചിന്തയാണ് അന്ന് പോലെ നമുക്ക് മനസ്സിൽ കയറി പറ്റിയത്. അതുകൊണ്ടായിരിക്കാം നമ്മൾ അതാണ് നമുക്ക് മദ്യപിക്കാതിരിക്കാൻ തോന്നിയ ഒരു സാഹചര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു കാരണമുണ്ട്. ഇപ്പൊ ഒരു മാമോയിസ് വന്നാൽ തന്നെ സന്തോഷമായി, അന്ന് കുറെ പേര് ചിലപ്പോൾ മദ്യപിക്കും സന്തോഷിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു മരണം വന്ന് അതിലും മദ്യപിക്കും, സങ്കടപ്പെടാൻ വേണ്ടി മാത്രം, വിഷമം തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ. രണ്ടും അതാലോചിച്ചു. ഒരു മദ്യത്തിൽ വരെയാണ് മറ്റേ എങ്ങനെ രണ്ടു വിഷമം തീർക്കാൻ വേണ്ടിയിട്ടാണ് മദ്യം ഉപയോഗിക്കുന്നത്. ഒന്ന് വിഷമം തീർക്കാനും ഒന്ന് സന്തോഷിക്കാനും. ഇതൊന്നും ഇല്ലാതെ നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ലേ? അങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ പാട്ട് പാടാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതൊരു ലഹരിയായി. നമുക്ക് പാട്ടൊരു ലഹരിയായി. നമുക്ക് മറ്റൊന്ന് ചിരിപ്പിക്കാൻ തോന്നുന്ന സാധ്യത നമുക്ക് ചിരിപ്പിക്കാം. തമാശകൾ ചിലപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ തമാശകളായിട്ട് വരാം. പിന്നെ സെറ്റിലൊക്കെ ഞാനിങ്ങനെ കഥകൾ ഉണ്ടാക്കും. ശരിക്കും തമാശ കഥ ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും പെരളിക്കൊണ്ട് വെച്ച് കൊടുക്കും. അത് കേൾക്കും കഥകൾ ഭയങ്കരമായിട്ട്. ഇല്ലാത്തായിരിക്കുമല്ലോ, പക്ഷെ ഇത് വിശ്വസിക്കും. അതായത് ഇപ്പം നമ്മൾ ഈ സെറ്റിലെ കഥകൾ എന്ന് പറഞ്ഞില്ല, സെക്സ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറേ പോലീസുകാരാണ് അതെല്ലാം കൂടി ചെയ്യുന്നത്. ഡയറക്ടേഴ്സും ഒക്കെ പോലീസ് ഓഫീസേഴ്സാണ് എല്ലാവരും. അപ്പോൾ നമ്മൾ ചെന്ന ദിവസം പോലെ ഇവരൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കമ്പനിയാണ്. സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാണ് ഇവരൊപ്പം നിൽക്കുന്നത്. കാരണം ഈ വേറൊരു വർക്ക് ഞാൻ അട്ടപ്പാടി ചെയ്യുന്നുണ്ട്, തിറാന്ന് പറഞ്ഞ പടം. അതിൻ്റെ സെറ്റിലായിരുന്നു ഞാൻ. അവിടെ എഴുത്താണ് നടക്കുന്നത് പടത്തിൽ. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക, അസോസിയേറ്റ് ഡയറക്ടറാണ് എൻ്റെ. അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ ഇതിലേക്ക് വിളിക്കുന്നത്. ബ്ലസ്സാണ് വിളിക്കുന്നത്, CBIയുടെ അവിടെ അറിയാമല്ലോ, ട്രിവാൻഡ്രത്ത് അറിയാലോ. അദ്ദേഹമാണ് ഇതിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം റോജ വരാതിരിക്കുന്നോ, വന്നാൽ പണിയാവും, വന്നില്ലേ പണിയാവട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് കളിയാക്കുകയും ചെയ്യും. പക്ഷെ അങ്ങനെ നമ്മളിവിടെ വന്നപ്പോൾ ഇവരൊക്കെ പരിചയപ്പെട്ടപ്പോൾ അതിൽ മനോഹരനാണ് ഞാൻ വരുമ്പോൾ എൻ്റെ ബാഗ് എടുത്തുകൊണ്ടിരാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നത്. എനിക്കത് നമ്മൾ ഭയങ്കര വിഷമമായി. കാരണം വെച്ചാൽ നമ്മളൊരു ടെക്നീഷ്യനാണ്, പക്ഷെ അവരൊക്കെ പോലീസ് ഓഫീസേഴ്സ് അല്ലേ. ആലോചിച്ച് നോക്കി. അദ്ദേഹം വന്നിട്ട് ഞാൻ എടുക്കാൻ സാറേ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. നമ്മളൊക്കെ അങ്ങോട്ട് സാറേ എന്ന് വിളിക്കേണ്ടടുത്താണ് നമ്മൾ സാറേ എന്ന് വിളിക്കുന്ന സംഭവം. ഞാനിത് കൊടുത്തിട്ടാണെങ്കിൽ പോലും കൂടെ വന്ന് അദ്ദേഹം എന്നെ അവിടെ കൊണ്ടുവന്ന് ആക്കി തന്ന്. പിന്നെ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്ന് വിഷയമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഈ നുറുങ്ക് തമാശകളൊക്കെ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ കക്ഷി അങ്ങോട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അത് കണ്ട് അടുത്തിരിക്കുന്ന ഒരു വർമാജി ഉണ്ട്, അദ്ദേഹം വന്നു. അങ്ങനെ എല്ലാവരും കൂടി വട്ടം പറഞ്ഞിരുന്നു. പിന്നെ കഥ പറച്ചിലായി. അതിനിടയ്ക്ക് നമ്മുടെ ഇതിൽ അഭിനയിക്കുന്ന ഒരു പയ്യനുണ്ട്, ജിറ്റോ എന്ന് പറഞ്ഞിട്ട്. ജിറ്റോയും വന്നിരുന്നു. അപ്പോൾ ജിറ്റോ ഇരിക്കുന്നുണ്ടപ്പോൾ ഞങ്ങൾ ജാടയെന്ന് ചോദിച്ചാൽ ആദ്യം ജാടയല്ലേ, ഇവനൊരു കമ്പനി ഇട്ടതുകൊണ്ട് മാറിയിരുന്നത്. പക്ഷെ വന്നപ്പം ഞങ്ങളെ കൂടി പിന്നെ വിശേഷം പറച്ചിലായി, കഥ പറച്ചിലായി. അപ്പോൾ മനോഹരനെന്ന് പറയായിരുന്നു. നമ്മൾ വന്നപ്പോൾ വിചാരിച്ചത് ഒരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരാളല്ലേ, അപ്പം ഇത്രയൊക്കെ സംസാരിക്കുള്ളൂ. പക്ഷെ ഇപ്പം നല്ല അങ്ങനെ നുറുങ്ങുന്ന തമാശകൾ പറഞ്ഞ് ഇവരൊക്കെ ആയിട്ട് ഞാൻ കമ്പനി. മനസ്സിലായില്ലേ? അത് നമുക്ക് ഇതിനകത്തൊരു രസം കണ്ടെത്താൻ പറ്റും. അപ്പം ഇന്നലെ എന്നോട് അവര് ജിൻ്റെ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് കുട്ടികൾ ക്ലാസ് കൊടുക്കുന്നത്. കുട്ടികൾ ക്ലാസ് കൊടുക്കുന്ന വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞാൽ ക്ലാസ് എടുക്കുന്ന നേരത്തെ ഉള്ളതായിരുന്നു. പക്ഷെ മൺവിളക്കിന് മുമ്പ് ഞാൻ ഒരു പടം വേറെ പ്ലാൻ ചെയ്തായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ക്ലാസ് തുടങ്ങിയത്. ശരിക്കും അന്ന് കായംകുളത്ത് ഒരു വലിയ ക്ലാസ് ചെയ്തായിരുന്നു. ഞാൻ ക്ലാസ് ചെയ്യുന്ന സമയത്ത് കുറേ കുട്ടികൾ, കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് വന്ന കുറേ കുട്ടികൾ, കേരളം മാത്രമല്ല വെളിയിൽ നിന്നൊക്കെ വിശേഷമൊക്കെ വിളിച്ചു ചോദിച്ചത്. അതിൻ്റെ കാരണം വെച്ചാലേ നമ്മൾ കുട്ടികളോട് ഇങ്ങനെ കൂടുതൽ സംസാരിക്കുക. അപ്പോൾ ഓഡിയേഷന് ചെല്ലുമ്പോൾ അച്ഛനും അമ്മനെയും പുറത്തിരുത്തിയിട്ടാണ് കുട്ടികളെ മാത്രം വിളിക്കുള്ളൂ ഓഡിയേഷന്. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ ഓഡിയേഷൻ എല്ലാവരെയും കയറ്റി ഇരുത്തിക്കൊണ്ട് അച്ഛനും അമ്മയും കൂടി കാണട്ടെ എന്നുള്ള രീതിയിൽ. കാരണം അവരറിയുള്ളൂ ഇവരെന്താ പെർഫോം ചെയ്യണമെന്ന്. അല്ല ഇവരെ പുറത്ത് വരുമ്പോൾ ഇവർ പറഞ്ഞാലേ അറിയുള്ളൂ. അതുകൊണ്ട് ഇവരെ ഒരു കൂട്ടിയിരുത്തി ഇങ്ങനെ പെർഫോം ചെയ്യിച്ചിട്ട് വിശേഷങ്ങൾ പറയും, രണ്ടുപേര് പാടും.
അങ്ങനെ 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 കമ്പനി അടിച്ച കൂട്ടത്തിൽ ഞാൻ കുട്ടികളോട് ചോദിച്ചു എത്ര പേർക്ക് ഇവിടെ ട്യൂഷൻ ഉണ്ടെന്ന് ചോദിച്ചു. എല്ലാവരും കൈവക്കി. എന്തിനാണ് ട്യൂഷൻ എന്ന് ചോദിച്ച സംഭവം. അത് ഞങ്ങൾക്ക് പഠിച്ചത് മനസ്സിലാകാത്തതുകൊണ്ടാണ് ട്യൂഷൻ എന്ന് ഒരു കുട്ടി പറയുന്നു. ഒരു കുട്ടി പറയുന്നത് അത് എനിക്ക് ഒട്ടും പറ്റണില്ല, അപ്പോൾ അതുകൊണ്ടാണ് അമ്മ ട്യൂഷൻ ഏൽപ്പിച്ചതെന്ന് പറയുന്നു. അങ്ങനെ എല്ലാവർക്കും പല കാരണങ്ങളായിരുന്നു സംഭവം, പല കാരണങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു ക്ലാസ്സിൽ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അവിടെ തന്നെ ചോദിക്കാമല്ലോ, ടീച്ചറോട് ചോദിക്കാമല്ലോ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ചോദിക്കുന്നില്ല. ടീച്ചർ വഴക്ക് പറയും. എന്തിനു വഴക്ക് പറയാൻ സംഭവം? ടീച്ചർമാർ വഴക്ക് പറയില്ലല്ലോ, വഴക്ക് പറയാൻ പാടില്ലല്ലോ. അങ്ങനെ വഴക്ക് പറയുന്ന ടീച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ആരോട് പറയാം? പ്രിൻസിപ്പലിനോട്, ഹെഡ് മാസ്റ്ററിനോട് പറയാം നമുക്കത്. അതെ, അതിനോട് അവരോട് പറയണമല്ലോ. അങ്ങനെ എന്താ പറയാത്തതെന്ന് ചോദിച്ചു. അതും പേടിയാണെന്ന് സംഭവം. അത് പേടിക്കാൻ പാടില്ല. അങ്ങനെ ഇവരുടെ പേടികളെ കുറിച്ച് പറഞ്ഞു, പേടി മാറ്റിയെടുത്ത സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞു. ട്യൂഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഫീസ് വേണമെങ്കിൽ ഫീസ് കൊടുക്കണം. അല്ലാത്ത സ്കൂളുകളൊക്കെ ഉണ്ടാവും, അറിയാലോ. ഫീസ് കൊടുക്കേണ്ടാത്ത സ്കൂളുകൾ, ഗവൺമെൻറ് സ്കൂളൊക്കെ ഫീസ് കൊടുക്കേണ്ട ഇഷ്ടംപോലെ സ്കൂളുണ്ട്. അപ്പം ഈ ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണെങ്കിൽ പോലും ഈ ഫീസ് എവിടെ നിന്ന് വരുന്നു? അത് ഞങ്ങൾക്ക് അച്ഛൻ തരും, ചില കുട്ടികളുടെ അമ്മ തരും, എംപ്ലോയീസിൻ്റെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ ചോദിക്കുന്ന അപ്പാപ്പ കിട്ടുന്നത്, ഇപ്പം ഞങ്ങൾക്ക് അപ്പാപ്പ കിട്ടും, ഞങ്ങൾ പുറത്തു പോകും, ഭക്ഷണം കഴിക്കും, അങ്ങനെ കുറേ കഥകൾ വന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഇവർ നമ്മളെ കൊണ്ട് പുറത്തു പോകുന്നു, നമ്മൾ പറഞ്ഞ പൈസ ആയിരുന്നു, ഇവർക്ക് ഇത് എവിടെ വരുന്നു നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഇവർക്ക് ജോലിയുണ്ട്, ഈ ജോലിയാണെങ്കിൽ പോലും രണ്ടറ്റം പൊട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. ഇതിലിപ്പോൾ ഒരു അമ്മ ഒരു വിഷയം പറഞ്ഞ് അമ്മ കളിയാക്കി, അല്ല അമ്മ അങ്ങനെ പറഞ്ഞു, അമ്മ ചീത്ത പറഞ്ഞു, അല്ല അമ്മ കരഞ്ഞു, അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് അമ്മ കരയുന്നതെല്ലാം ലോകം കണ്ടതാണ്, അറിയാലോ. എല്ലാ കവികളും എല്ലാ എഴുത്തുകാരും ഏറ്റവും കൂടുതൽ എഴുതുന്നത് അമ്മ കരഞ്ഞു, അമ്മ കരച്ചിൽ വലിയ സംഭവമാണ്, അമ്മനെ കരയിപ്പിക്കതെത്താന്ന് പറയും. പക്ഷെ ഇത് മറുഭാഗത്തൊരാളുണ്ട്. ഒരു സ്ത്രീ മാത്രം ഉണ്ടായാൽ കുട്ടികളുണ്ടാവില്ല, ഒരു പുരുഷനും ഉണ്ടായാൽ അത് അച്ഛനല്ലേ. ആ അച്ഛൻ കരയുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിള്ളേരൊക്കെ വല്ലാതെ അത്തന്നേരം ചിരിച്ച് കളിച്ചിരുന്ന പിള്ളേരൊക്കെ പെട്ടെന്ന് സൈലൻ്റായി. അച്ഛൻ കരയുന്ന ആരെയും കണ്ടിട്ടുണ്ടോ? ഇല്ല. അച്ഛൻ കരയും. രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഈ അച്ഛൻ നാളത്തെ ഒരു ദിവസത്തെ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ പൈസ ഇല്ലാത്തൊരവസ്ഥയിൽ ചിലപ്പം കുളിക്കാൻ കയറി കഴിഞ്ഞാൽ ഷവറിൻ്റെ നിന്ന് കരയും. അല്ലാതൊരു കുളത്തിൽ നിന്ന് വെള്ളം ഒഴിച്ച് തലയിൽ ഒഴിച്ചിട്ട് കരയും. എല്ലാവർക്കും ഷവറിൽ നിന്ന് കുളിക്കാൻ പറ്റില്ലല്ലോ. ചില ബക്കറ്റിൽ നിന്ന് ഒരു ഒഴിച്ച് കരയുന്നവരും ഉണ്ടാവും, നിങ്ങൾ കാണൂല. ഈ മനുഷ്യൻ്റെ രാത്രി 12 മണിക്ക് ശേഷം എഴുന്നേറ്റിരുന്നുകൊണ്ട് നേരം വെളുക്കല്ലേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരയുന്ന ചില സാഹചര്യം ഉണ്ടാവും. ഇതും എനിക്കറിയാം, മനസ്സിലായോ? അത് പറഞ്ഞു. കാരണം അതോടുകൂടി വല്ലാതെ സംഭവം ഈ അതെ നിശബ്ദരായി സംഭവം. നിശബ്ദരായി സംഭവം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അപ്പനും അമ്മയായിട്ടുള്ള ജീവിത സാഹചര്യം എനിക്കറിയാം, പലരും എനിക്ക് അങ്ങനെ അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ അച്ഛൻ കരയുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അച്ഛൻ കരയുന്ന സാഹചര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കാണൂല. കാരണം അച്ഛൻ കരയുന്നത് എപ്പോഴാണ്? അച്ഛൻ ഷവറിൽ കുളിക്കുമ്പോഴോ, അച്ഛൻ അല്ലെങ്കിൽ ബക്കറ്റിൽ വെള്ളം ഒഴിക്കുമ്പോഴോ, രാത്രി 12 മണിക്ക് ശേഷമോ അച്ഛൻ നാളത്തെ കാര്യം ആലോചിച്ചിട്ട് നാളെ മക്കൾക്ക് ക്ലാസ്സിൽ പോകണേ പൈസ വേണം, അത് നാളെ നിന്ന് വാങ്ങണേ പൈസ വേണം. മറ്റുള്ള മുമ്പിൽ ഇവർ കൊച്ചാകാനായാലും സമ്മതിക്കില്ല, ഇല്ലേ? ആ ഭക്ഷണപ്പൊതി പോലും നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അച്ഛനാണ്. അപ്പം അങ്ങനത്തെ അച്ഛന്മാർ ഒത്തിരി ഉണ്ട്. ഇത് ക്ലാസ് കഴിഞ്ഞ പിള്ളേർ പലരും ട്യൂഷൻ നിർത്തി എന്നുള്ളതാണ് ശരിക്കും. അത് വലിയ ബെനിഫിറ്റാണ്. അതുപോലെ തന്നെ കായംകുളത്ത് സ്കൂളിലെ ഒരു ടീച്ചർ കുട്ടീനെ ചീത്ത പറഞ്ഞ് അടിക്കുകയും ചെയ്തിട്ട് അവരെന്നെ വിളിച്ച് പരാതി പറയും. ഞാൻ ആ ടീച്ചറെ വിളിച്ചിട്ട് സംസാരിക്കുകയും പിറ്റേ ദിവസം വന്ന കുട്ടിയോട് ഞാൻ പറയും ടീച്ചറെ ഒരിക്കലും അവളോട് ഇന്നലെ ഞാൻ വിളിച്ച് പറഞ്ഞു എന്നോ പ്രശ്നമെന്ന് പറഞ്ഞ് അവളെ ദേഷ്യപ്പെടരുത്, നിങ്ങളൊന്ന് ചേർത്ത് നിർത്തി നോക്കി, അവൾ നിങ്ങളൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കൊച്ചി എന്ന് പറഞ്ഞാൽ അവർ വിളിച്ചിട്ട് മോളെ അത് ഞാൻ സ്നേഹം കൊണ്ടാണ് മോനെ പറഞ്ഞത്, അപ്പോൾ ഇനി ഉണ്ടാവില്ലട്ടാന്ന് പറയുന്ന സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ പല സ്ഥലം നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ്സുകളുടെ ഒരു സംഭവം എന്ന്. അപ്പോൾ അച്ഛൻ കരയുന്നത് കണ്ടിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചോദിച്ചത്. ഇപ്പോൾ മനസ്സിലായില്ലേ? കരയും, വലിയ സംഭവമായിട്ട്. അത് ദുബായിൽ നിന്ന് ഒരു ലേഡി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അവരതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ എവിടെ കണ്ടിട്ട് എന്നെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവമുണ്ട് സാറേ, ഒരു ക്ലാസ് വെച്ച സാറ് വരുമെന്ന് വെച്ചാൽ ഞാൻ വരും, എനിക്കതിന് കുഴപ്പമില്ല. ഞാൻ ഒത്തിരി ക്ലാസ്സുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതിനുശേഷം പല ക്ലാസ്സുകളും ചെയ്തു. അതെനിക്ക് ജീവിതത്തിൽ നല്ലൊരു അനുഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും ഈ ക്യാമ്പിൽ ഇഷ്ടംപോലെ പിള്ളേർ പങ്കെടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പിന്നീട് അവരുമായിട്ട് ബന്ധപ്പെടുകയും കാര്യങ്ങൾ അവർ അഭിനയ രംഗത്തേക്കൊക്കെ വരികയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ക്യാമ്പിൽ വന്ന കുട്ടികളിൽ ഇപ്പം കുറച്ചുപേര് വിളിക്കാറുണ്ട്. പിന്നെ ഒരു കുട്ടി വെള്ളം എന്ന് പറഞ്ഞ സിനിമയിൽ ജയസൂര്യ മോളായിട്ട് അഭിനയിച്ചതും എൻ്റെ ക്യാമ്പിൽ വന്നൊരു കുട്ടിയാണ്. പിന്നെ അങ്ങനെ കുറേ പേര് ഇപ്പം ഇൻഡസ്ട്രിയിലുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ കോഴിക്കോടുള്ള ഒരു രണ്ട് പിള്ളേരുണ്ട്, അവർ ആർച്ചൻ എന്ന് പറഞ്ഞാൽ അവരിടക്കിടക്ക് വിളിക്കും, അവർ വിശേഷങ്ങൾ പറയും. അത് നമ്മളിത് വന്നു പോകുന്നവർ നമ്മൾ വിട്ടങ്ങനെ പോകുന്നില്ല എങ്കിലും വരും. പിന്നെ ചില സാഹചര്യം കൊണ്ട് പടം റിലീസാകത്തതിൻ്റെ പേരിൽ ചില ആൾക്കാർക്ക് പരിഭവങ്ങളുണ്ട്, അതുകൊണ്ടാണ് റിലീസാകാത്തെന്നുള്ളത്. കാരണം കുട്ടികളുടെ പടമാണ് നമ്മൾ ചെയ്തത്, അവരുടെ വേണ്ടി ചെയ്തൊരു പടമാണത്. അപ്പോൾ റിലീസാകാത്തത് ചില ടെക്നിക്കൽ പ്രോബ്ലം ആണെന്നുള്ളത് നമുക്കേ അറിയുള്ളൂ, അത് അവർക്കറിയില്ല. അത് അപ്പോൾ ഉടനെ നമുക്ക് റിലീസ് ചെയ്യും. പിന്നെ എന്തായാലും വിളികളുണ്ട്, സൗഹൃദങ്ങളെല്ലാം ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ചില വിളികൾ കുറവാണെന്നേ ഉള്ളൂ, എങ്കിലും വാട്സപ്പിലൂടെയൊക്കെ നമ്മൾ അത് കറക്റ്റ് ചെയ്യുന്നുണ്ട് സംഭവത്തിൽ. ഇപ്പോൾ അടുത്ത ക്ലാസ്സുകൾ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, അടുത്ത പടത്തിന് മുമ്പ് ഒരു ക്ലാസ് പ്ലാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ എനിക്ക് ഭയങ്കര ഹരമാണ്. ഈ പാട്ടൊക്കെ പാടി ഇങ്ങനെ കൂടാമല്ലോ സംഭവം. നാടൻ പാട്ടൊക്കെ അതിൻ്റെ കൂടെ പെടും. അതിൽ ഞാൻ മറ്റേ നമുക്ക്
എന്തു തന്റെ തീണ്ടലാണ് തമ്പുരാന്റെ തീണ്ടലേ, എന്തു തന്റെ തീണ്ടലാണ്, എന്തു തന്റെ തീണ്ടലാണ് തമ്പുരാന്റെ തീണ്ടല്. ഇങ്ങനെയൊക്കെ ഇങ്ങനെ പാടി പറഞ്ഞ് അങ്ങോട്ട് പോകും ഞാൻ സത്യം പറഞ്ഞാൽ. അപ്പൊ അവർക്കതൊരു രസകരമായിരുന്നു. അതൊരു സംഭവം ഉള്ളത്. ഈ കായംകുളത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് റെഗുലറായിട്ട് ഞാൻ രാവിലെ തുടങ്ങി വൈകിട്ട് 12 മണി ക്ലോസ് ചെയ്തിട്ട് പിന്നെ രാത്രി കുറെ നേരം അവരൊരു സല്ലപിച്ച് വീണ്ടും രാവിലെ 7 മണി 8 മണിക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് കുറേ സ്ട്രെയിൻ എടുത്ത് ചെയ്തൊരു ക്ലാസ്സാണ്. അതിൽ കുറേ കുട്ടികൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അഭിനയ രംഗത്തേക്കാണെങ്കിലും ആ ക്ലാസ് ഗുണം കിട്ടിയവരാണ് ഒട്ടുമിക്കത്. അതിനുശേഷമുള്ള ക്ലാസ്സാണ് ഈ മൺവിളക്കിന് വേണ്ടി നമ്മൾ ചെയ്തത്. അപ്പം ഈ ആ പടം പ്ലാൻ ചെയ്ത സമയത്താണ് അതിലൂടെ ഞാൻ പറഞ്ഞു നമുക്ക് ചിലപ്പോൾ ഒരു കുഞ്ഞിപ്പടം ചിലപ്പോൾ അതിന് മുമ്പ് ചിലപ്പോൾ വരും എന്ന് പറഞ്ഞു. പക്ഷേ പറഞ്ഞു ആ പടം ആദ്യം വന്നു, അത് ചെയ്തു. വിനയ് സാറൊക്കെ ആയിട്ട് അടുത്തതെന്തോ അദ്ദേഹത്തിന്റെ കൂടെയൊക്കെ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അദ്ദേഹമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് എന്നിട്ട് അത് അദ്ദേഹമായിട്ട് നേരത്തെ തന്നെ എന്നെ പരിചയപ്പെടുത്തുന്നത് ശരിക്കും മച്ചാൻ മറീസാണ് പരിചയപ്പെടുന്നത്, സാറിന് പരിചയപ്പെടുന്നത്. പിന്നെ മാക്കാന്ന് സംഘടനയിൽ വരികയും സാറുമായിട്ട് കൂടുതൽ അടുക്കുകയും ചെയ്തു. പിന്നെ ഈ പ്രശ്നങ്ങൾ വരുമ്പം ഞാൻ സാറിനോട് തന്നെയായിരുന്നു. പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോൾ സാറിനോട് തന്നെയാണ്. ഇപ്പോഴും ഞാൻ സാറിനോട് തന്നെയാണ്, ഞാൻ വിട്ടു മാറിയിട്ടില്ല. എന്തായാലും ആ ഒരു സൗഹൃദം എനിക്കൊരിക്കലും വിട്ട് കളയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അതങ്ങനെയാണ് സാറിനോടൊപ്പം ഉള്ള ജീവിതം, അല്ലെങ്കിൽ a യാത്ര എന്ന് പറഞ്ഞാൽ. സാർ എന്തിനും ഞാൻ വിളിച്ചു ചോദിക്കും, സാറിനോട് അനുവദിച്ചൊക്കെ ചെയ്യുന്നത്. ഓരോ വർക്ക് ഇപ്പം ഞാൻ ഗുരുവായിട്ട് തന്നെയാണ് എപ്പോഴും എന്തുണ്ടെങ്കിലും എവിടെ പോകുമ്പോഴും ഞാൻ സാറിനെ വിളിച്ച് ചോദിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ആ പേരിൽ എനിക്ക് കുറേ വർക്കുകളൊക്കെ ഇല്ലാതാകുകയും എന്നെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുകയും എന്നെ പലതും അതിൻ്റെ പേരിൽ തന്നെ അങ്ങേക്കും ഉണ്ടായി. അയ്യോ എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. എന്നെ വെച്ചാൽ എന്നെ ഒന്നും അധികം പേരെ അറിയാത്തതുകൊണ്ട്, ഇത് ഇൻഡസ്ട്രിയിൽ അറിയും, പുറത്തറിയാത്തതുകൊണ്ട് അത് പുറത്തേക്ക് വാർത്തയായിട്ട് പോയില്ലെന്നുള്ളതാണ് സംഭവം. നമുക്ക് അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. 9 വർഷത്തോളം ഒരു പണിയില്ലാതെ നമ്മൾ സാറിൻ്റെ വർക്കുകൾ മാത്രം പ്രതീക്ഷിക്കുന്ന സാഹചര്യമുണ്ട്. അന്ന് സാറിനോട് പറഞ്ഞു, നീ എന്നെ തള്ളി പറഞ്ഞിട്ട് പോയിട്ട് നീ അവിടെ പോയി അവർക്ക് എഴുതി കൊടുത്ത് നീ അവിടെ ചേരി, നിനക്ക് ഒത്തിരി ഇതുണ്ടല്ലോ, എന്തിനാ നീ കളയണ, എന്തിനാണ് ചില അവിടെ എന്നെ തള്ളി പറഞ്ഞോ, എന്നാലും നിനക്ക് അവിടെ എൻട്രി കിട്ടും, നീ പൊക്കോളാൻ പറഞ്ഞ അവർ നല്ല മനസ്സിനെ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പോകുന്നില്ല. നമുക്ക് ഇവിടുത്തെ കഞ്ഞിയുടെ സുഖം അവിടുത്തെ ബിരിയാണിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അതെല്ലാവരും ചെയ്യണമെന്നില്ല, ഞാനങ്ങനെ ചെയ്തു. ഇന്ന് സാറിൻ്റെ ഒരു ഗൈഡൻസിലാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രകളെല്ലാം തന്നെ. മിമിക്രിയിലോട്ടൊക്കെ താല്പര്യം ഉണ്ടായിരുന്ന കുറെ പേരുടെ സൗണ്ട് മിമിക്രി താല്പര്യമല്ല, അന്ന് മിമിക്രിയിൽ സ്റ്റേജ് ചെയ്യുന്നു നമ്മൾ. അതിലേക്ക് എന്നെ കൊണ്ടിരുന്നത് ഹസൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടാണ് മിമിക്രിയിലേക്ക് എന്നെ കൊണ്ടിരുന്നത്. അതിന് ഡേവിസ് ഞാൻ ഹസനോട് നടത്തിയിരുന്നു സംഭവം. അത് അന്നൊത്തിരി നമ്മൾ മിമിക്രി ചെയ്യുമായിരുന്നു. അന്ന് ചെയ്ത നടന്മാരെന്ന് പറഞ്ഞാൽ സത്യമാഷ്, നസീർ സാറ്, ഉമ്മർ സാറ്, അതുകൊണ്ട് തന്നെ ലാലു അലക്സ്, അങ്ങനെ ഇന്നസെന്റ് ജഗതി, ഇതൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു സംഭവം. ആ സമയത്ത് ഒരുമാതിരിപ്പെട്ട നടന്മാരൊക്കെ ചെയ്യാൻ തുടക്കമില്ല, കുറച്ച് തുടക്കം കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇന്ദ്രൻ ചന്ദ്രനെ കമലഹാസന്റെ സൗണ്ടൊക്കെ ചെയ്യുമായിരുന്നു. ഫിഗർ പിന്നീട് അതിനനുസരിച്ച് ഫിഗറൊക്കെ ഞാൻ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെന്താ പറയാ, നല്ല സിദ്ധിക്കുന്ന സൗണ്ട് ആദ്യം ചെയ്ത് നോക്കിയിരുന്നു. പിന്നെ അത് ശരിയായില്ല, വിട്ടു. അത് മറ്റേ ഒരു പടത്തിലെ സാധനം ഞാൻ ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആയില്ല, വിട്ടു. പിന്നെ സത്യമാഷിനൊക്കെ ഇന്നത്തെ മിമിക്രിക്കാരി ചെയ്യുന്ന പോലെ അല്ല നമ്മൾ ചെയ്യുന്നത് സംഭവം. അദ്ദേഹത്തിന്റെ കറക്റ്റ് ആ ഒരു എങ്ങനെ അദ്ദേഹം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത്. ഇന്ന് ശരിക്കും ബൾഗാറ്റ് മിമിക്രിക്കാർ സത്യം പറഞ്ഞാൽ ഈ സത്യമാഷിന്റെ മിമിക്രി ചെയ്യാനാണ് സങ്കടം വരുന്നത്. അത് അദ്ദേഹം അങ്ങനെയല്ല. എന്തിനാ അദ്ദേഹത്തേക്ക് ഇങ്ങനെ അവഹേളിച്ചുകൊണ്ട് ഒരാൾ ചിരിക്കാൻ വേണ്ടി ഇത്തരം കോമാളിത്തരം കാണിക്കണം? എനിക്ക് മനസ്സിലാകുന്നില്ല സംഭവം. വേണോ പ്രവൃത്തി അത് കാണുമ്പോൾ ഒരു വിഷമമുണ്ട് നമുക്കത്. കാരണം പക്ഷെ ഇന്നൊരു മിമിക്രിക്കാരെന്ന് പറയാൻ പേടിയുമുണ്ട്. കാരണം വെച്ചാൽ ഓരോ ദിവസം വളർന്നു തന്നെ മിമിക്രിക്കാർ ഹൈ എൻഡ് മിമിക്രി ആയിട്ട് അടിപൊളിയാണ് സംഭവം, ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ പേര് നമുക്ക് മിമിക്രി പറയാനും മടിയുണ്ട് സംഭവം അല്ലേ. പക്ഷെ എന്നാലും നമ്മളെ കാണുമ്പം ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രോഗ്രാം ബമ്പർശ്ശേരിയിലാണ്, അവിടെ നിന്ന് ഞാൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സത്യമാഷം ചെയ്യുന്ന സങ്കടമാണ്. അങ്ങനെയല്ല സത്യമാഷ് ചിരിപ്പിക്കാൻ വേണ്ടി പോലും അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വിഷമം നമുക്കത്. ഞാൻ അദ്ദേഹത്തെ അത്ര ആരാധിക്കുന്നുണ്ട്. അദ്ദേഹത്തെ മാത്രമല്ല ഒരു കാലത്തെ നടന്മാരെ എല്ലാവരും ഞാൻ ആരാധിക്കുന്നത്. സത്യമാഷിനെ കുറിച്ച് ഒരു പടം ചെയ്യാൻ വേണ്ടി ഞാൻ സ്ക്രിപ്റ്റ് വരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ സത്യമാഷിന്റെ ആ ഫിഗർ അങ്ങനെയാണ് ചെയ്തത്. സത്യമാഷിനെ അങ്ങനെ നമ്മളിപ്പം അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇല്ലെങ്കിൽ ചെയ്യാം. അദ്ദേഹത്തിന് കരിനിഴൽ എന്ന് പറഞ്ഞ ഒരു പടത്തിൽ അദ്ദേഹം ഉമ്മറും, അതായത് അദ്ദേഹം കേണലായിട്ട് അഭിനയിക്കുന്ന ഒരു സംഭവം. അദ്ദേഹത്തിന്റെ മകനായിട്ട് KP ഉമ്മർ സാറ്, ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വേലക്കാരനായിട്ടാണെന്ന് അറിയാമോ നസീർ സാറ്, അവരുടെ മകളായിട്ട് ഷീല. ഈ വേലക്കാരനും ഷീല തമ്മിൽ എപ്പോഴുണ്ടോ അവർ അങ്ങോട്ടൊക്കെ മാറി കുറച്ചൊക്കെ ചെയ്യും. അപ്പൊ അതിൽ സത്യമാഷിന്റെ മകളെ കയറി പ്രേമിക്കുന്ന ആളാണ് വേലക്കാരനായ നസീർ സാർ. അപ്പൊ ഇദ്ദേഹം ഇത് അറിഞ്ഞിട്ട് സത്യമാഷ് ഇയാളെ കൊന്നു കളഞ്ഞിട്ട് ഷീല അതിൽ ഭയങ്കര പ്രശ്നങ്ങളായി കരയുകയും വിഷയങ്ങളുണ്ടാക്കുകയും ആങ്ങളായ പൈലറ്റ്, അതായത് ഇദ്ദേഹം ഒരു വിമാന സർവീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, അദ്ദേഹത്തെ വിളിച്ചറിയിക്കുകയും ഉമ്മർ സാറ് ചോദിക്കാൻ വേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ അച്ഛനും മോനും തമ്മിലുള്ളൊരു സംഭവമുണ്ട്. അതിൽ ഉമ്മർ സാറ് ശരിയാവുമെന്ന് എനിക്കറിയില്ല, കുറെ നാൾ മുമ്പൊക്കെ ഇപ്പം ചെയ്തു നോക്കാം. അപ്പൊ അദ്ദേഹം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഡാഡി വേർ ഈസ് ചന്ദ്രൻ,
ചന്ദ്രൻ എവിടെയാണ് ചോദിക്കുന്നുണ്ട്. അപ്പം സത്യം മാഷ് എനിക്കറിയില്ല, ഞാൻ ഇന്നലെ ചോദിച്ചപ്പോൾ ഡാഡി പറഞ്ഞു എവിടെയോ പോയെന്ന്, ഇപ്പോൾ പറയുന്നു കാണാനേ ഇല്ലത്. ടെൽ മീ ഡാഡി എവിടെയാണ് ചോദിക്കുന്നുണ്ട്. അപ്പൊ സത്യം മാഷ് പറയും 2 ലോകമഹായുദ്ധങ്ങൾ നയിച്ചവനാണ് ഞാൻ. എൻ്റെ നിർണായകമായ തീരുമാനങ്ങൾ പലതും യുദ്ധത്തിന്റെ ഗതി വരെ തിരിച്ചുവിട്ടിട്ടുണ്ട്. നിനക്ക് പോകാം പോകാം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ശരിയാണെന്ന് എനിക്കറിയില്ല, എങ്കിൽ ആ ഒരു സംഭവം നമ്മൾ അന്ന് ചെയ്ത സാധനമാണത്. ഇപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യരുത് സംഭവം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കുറച്ച് കുഞ്ഞ് അല്ലാത്ത ചില നടന്മാരെയൊക്കെ ചെയ്ത് നോക്കുമായിരുന്നു സംഭവം. Fiesta Flavors is the best catering company in India. Expert professionals makes vegetarian and non-vegetarian foods. South Indian, North Indian, Chinese, Thai, Spanish, and continental foods. Especially we prepare vegetarian Kerala meals with its traditional quality and taste. Fiesta Flavors, prepared assured quality and tasty foods. Fiesta Flavors, one of the most leading company in Indian food industry.